ഹനുമാൻ ചാലീസ ഒക്കെയാണ് ഇപ്പോൾ കഴിഞ്ഞു. രണ്ടും ഉദാഹരണത്തിൻ്റെ നല്ലൊരു വേദാന്ത കൃതിയാണ് ജ്ഞാനപ്പാന. അതുപോലെ തന്നെ ഇതും ഒരു ധ്യാനമാണ് ഹനുമാൻ ചാലീസ. നമ്മുടെ എല്ലാവിധ സഹസ്രനാമങ്ങളായാലും എല്ലാവിധ വേദാന്ത സ്തോത്രങ്ങളൊക്കെ എന്താണോ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് നമുക്ക് അറിയാത്തതുകൊണ്ടാണ് നമ്മളിപ്പോഴും ആ ഒരു ലെവലിൽ അമ്പലത്തിൽ ജനിക്കണം, അമ്പലത്തിൽ മരിക്കരുത് എന്നൊരു പണ്ടൊരു ചൊല്ലുണ്ട്. ഇപ്പോൾ നമ്മൾ അമ്പലത്തിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. അത് എന്താണോ ഉദ്ദേശിച്ച ആത്മദർശനം അല്ലെങ്കിൽ ആത്മലയം, അതിൻ്റെ ഒരു പ്രത്യക്ഷമായ ഉദാഹരണമാണ് രാസക്രീഡ. അപ്പോൾ ഒരാൾ വെറുതെ തമാശയ്ക്ക് എന്താ അവിടെ പറയാൻ പോകണമെന്ന് ചോദിച്ചപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഭാഗത്തിൽ രാസക്രീഡ വരെ എത്തിയിട്ട് അതാണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞത്. ഈ മാല ഇട്ടോ ചോദിച്ചു. അതിൻ്റെ ഉദ്ദേശം മനസ്സിലായില്ല, നമുക്ക് പറയാൻ പോയില്ല. ഇതാണ് നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ അവസ്ഥ. കാരണം പത്മപുരാണത്തിലും എല്ലാ പുരാണങ്ങളിലും വേദങ്ങളിലൊക്കെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ അദ്വൈതമായിട്ടുള്ള ഒരു ഇതാണ് രാസക്രീഡ. ഭാഗവതത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവിതയാണ് രാസക്രീഡ. പക്ഷെ നമ്മൾ അതിനെ അറിയാത്തത് കൊണ്ട് ഇത്ര വികലമായിട്ട് പറഞ്ഞ വേറൊരു സംഭവമില്ല രാസക്രീഡ. അത്രമാത്രം വികലമായിട്ട് അതിനെ, കാരണം കൃഷ്ണൻ ഗോപികളുടെ കൂടെ അടിപ്പാടി. അപ്പം നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ ഉള്ള ഒരു ഏറ്റവും വലിയ ഇതാണ്, നമുക്ക് എന്താണോ ഉള്ളത് അത് ശരിയായ അർത്ഥത്തിൽ എടുക്കാത്തത് കൊണ്ടാണ്. ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ 29ാമത്തെ അധ്യായം മുതൽക്ക് 5ാം അധ്യായമാണ് രാസക്രീഡ. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് വേദവ്യാസ മഹർഷി എവിടുന്ന് തൊട്ട് തുടങ്ങിയത്. 9 സ്കന്ധങ്ങളും ഭാഗവതത്തിൻ്റെ ദശമസ്കന്ധം അതുവരെ എത്തിച്ചു. കാരണം ഇതിനൊരു ആധികാരികത വേണം. ഗീതയിൽ പറയുന്നത് ഗുഹ്യതരം ഗുഹ്യതമെന്ന് പറയുന്നുണ്ട്. അതായത് ഇതിന് ആധികാരികമായിട്ട് ഇത് മനസ്സിലാക്കാൻ ഉള്ള ഒരു തലം എത്തുമ്പോഴാണ് ഇത് പറഞ്ഞിട്ടും കാര്യമുള്ളൂ, പറഞ്ഞാലും മനസ്സിലാവുള്ളൂ എന്ന് പറയുന്നു. ഇപ്പം എന്താണ് രാസക്രീഡ? നമ്മുടെ രാസം അല്ലേ, ജീവൻ. നമ്മളിപ്പോൾ എന്തിനാ സുഖത്തിന് വേണ്ടി പുറത്തേക്ക് ഇങ്ങനെ ഓടുക? നമ്മൾ 2 തരത്തിലാണ്. ഒരു ജീവൻ, ഒരു ആത്മാവ് അവൻ്റെ കർമ്മഫലമായിട്ട് പ്രാരാബ്ധം തീരാൻ വേണ്ടി ഒരു ശരീരം എടുക്കുന്നു. ആ ശരീരം അവൻ്റെ പ്രാരാബ്ധ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവനിവിടെ വന്ന് പ്രാണനോടും ഇന്ദ്രിയങ്ങളോടും കൂടി ഈ ലോകത്തിലേക്ക് ചലിക്കുമ്പോഴാണ് അവൻ ജീവനാവുന്നത്. അപ്പോഴാണ് ജീവൻ എന്ന് പറയുക. അത് ഈ ലോകത്ത് പോയി വിഷയങ്ങളിലെ പിന്നാലെ പോയി വിഷയാസക്തിയിൽ മുടങ്ങി ഈ സംസാര സാഗരത്തിൽ കർമ്മം ചെയ്ത് ജനനവും മരണവുമായിട്ട് അങ്ങനെ കഴിയണം. നേരെ മറിച്ച് ഈ ജീവനൊരു അവസരം കൊടുത്തിട്ടുണ്ട്. അവൻ അന്തർമുഖമായിട്ട് ആ ആത്മാവിനെ, ഈശ്വരനെ, അതന്നെയൊക്കെ ഈശ്വരൻ, അങ്ങോട്ട് തിരിയാൻ അവന് തോന്നണം. ആ തോന്നലാണ്, അങ്ങോട്ട് തിരിഞ്ഞിട്ടുള്ള ആ ലയം, അവനൊരു ലയം കിട്ടണം. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മളൊക്കെ ഈ നടത്തുന്ന ഈ സത്സംഗത്തിൻ്റെയൊക്കെ അർത്ഥം തന്നെ നിശ്ചലാവസ്ഥയാണ് അല്ലേ? ആ സത്സംഗത്തിൻ്റെ നിശ്ചയം, നമ്മൾ മനസ്സ് പറയും, നമ്മൾ അവയവമല്ല, ചിന്തകൾ. ആ ചിന്തകളൊക്കെ അടങ്ങി അപ്പോഴാണ് പുറത്തേക്ക് പോക്കുള്ളത്, അകത്തേക്കാവും. അപ്പോൾ ആ ശരീരബോധത്തിനൊക്കെ മാറ്റി അകത്തേക്ക് നമുക്ക് തിരിയാൻ വേണ്ടി അപ്പോഴാണ് ആ തത്വദർശനം കിട്ടുള്ളൂ. അതുതന്നെയാണ് രാസക്രീഡ. നമുക്ക് അതിലേക്ക് പോവാം. ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ഭക്തിയിൽ ഇപ്പം എന്താ അതിൻ്റെ ആവശ്യം എന്ന് പറയുന്നൊരു ആവശ്യമുണ്ട്. അതിൻ്റെ പറയുന്നത് എന്താ ആവശ്യം? ആത്മീയരെ നമുക്ക് തോന്നും നമ്മളൊക്കെ എല്ലാം തികഞ്ഞവരാണ്, ഭൗതികമായിട്ടുള്ള എല്ലാ നമുക്ക് ഗുണങ്ങളുണ്ട്, എല്ലാ സമ്പത്തും ആരോഗ്യം ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും ഉപകാരപ്പെടാത്തൊരു സന്ദർഭങ്ങൾ വരും. മനുഷ്യൻ്റെ ശാരീരികമായും മാനസികമായിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത, ഇപ്പം എത്ര ബന്ധുജനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചില അവസ്ഥയിൽ ചെന്ന് പെടുമ്പോൾ ആരും ഉണ്ടാവില്ല. ഞാനൊക്കെ പ്രത്യേകം അനുഭവിക്കുന്നതാണ്. ആസ്പത്രിയിൽ എത്രയോ കുടുംബങ്ങളുണ്ട്, വല്ലവരോ കൊടുന്നിടുക, മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്കൊരു ഉള്ളിലൊരു ഈശ്വരൻ, ആരെയാണോ ആശ്രയിക്കേണ്ടത് ആ ആശ്രയിക്കാൻ തോന്നണം. അന്തേ നാരായണ സ്മൃതി. ആ ഒരു ഈശ്വര സ്മരണം ഉണ്ടെങ്കിൽ, ഈ സത്യവസ്തുവിനെ നമ്മുടെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഈശ്വര സ്വരൂപി ഏതെങ്കിലും രൂപത്തിൽ നമ്മുടെ അടുത്തേക്ക് എത്തും. അതൊരു സത്യമാണ്. അപ്പോൾ അതിനെന്ത് വേണം? നമ്മുടെ ഉള്ളിൽ
ഇത് പ്രതിഷ്ഠിക്കണം. അത് പ്രതിഷ്ഠിച്ച് ഈ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് എത്ര വഴിപാട് കഴിച്ചാലും പറ്റില്ല. സത്സംഗങ്ങളും സജ്ജനങ്ങളും അതിനാണ് തീർത്ഥം പറഞ്ഞാൽ ശുദ്ധീകരിക്കുന്നത്. അത് വ്യക്തികളാവാം, സ്ഥാനങ്ങളാവാം, വിഗ്രഹങ്ങളാവാം. അതിലേറ്റവുമാണ് സത്സംഗം. സത്സംഗങ്ങളിൽ പോയിട്ടാണ് ഇത് മനസ്സിൽ ഉറയ്ക്കുള്ളൂ. അത് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്താൻ ഈ രാസക്രീഡ, അപ്പോൾ നമ്മൾ ഈ അവസ്ഥ പറയില്ലേ, ഞാൻ പറഞ്ഞില്ലേ തത്വമസി. ഇപ്പം നമ്മളിപ്പോൾ ശബരിമലയ്ക്ക് വ്രതമൊക്കെ നോട്ടിട്ട് പോകുന്നുണ്ടല്ലേ, എന്താ അതിൻ്റെ അർത്ഥം വരുന്നത്? തത്വമസി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നീയാകുന്നു. ആര്? ആ തത്വമസിയിലേക്ക് എത്താനാണ്. ആ എത്തുന്ന പ്രത്യക്ഷമായി കാണിച്ചു തരുന്നതാണ് രാസക്രീഡ. ശബരിമല വ്രതത്തിൻ്റെ ഞാൻ വിചാരിക്കുന്ന ഒരു ഭാഗ്യമായി സന്ദർഭം വന്നത് ഈ ഒരു അവസ്ഥയിൽ പറയാൻ പറ്റുന്നത് തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മുടെ മനസ്സ് ആ ഒരവസ്ഥയിൽ നിലനിൽക്കട്ടെ, ആ രാസക്രീഡ പോലുള്ള മനസ്സിൽ നിലനിൽക്കട്ടെ എന്നൊരു ഭാഗ്യം വേണം. നമ്മളത് നിലനിർത്താം. പക്ഷേ ഇങ്ങനൊരു വേഷം കെട്ടി പറയാൻ പറ്റുന്നത് തന്നെ ഒരു സുഹൃതമായിട്ട് വിചാരിക്കുക. ഇപ്പം കൃഷ്ണൻ ഭക്തിയിലെ ഏറ്റവും കൂടുതൽ, ഇപ്പം തമിഴിലൊരു ചൊല്ലുണ്ട്, അടുത്ത് നെച്ചുവിൻ്റെ കേട്ടതാ. അതായത് പല്ല് കൊഴിയുന്നതിൻ്റെ മുമ്പേ മുറുക്ക് തീറ്റ കുറയ്ക്കണമെന്ന്, മുറുക്ക് തീറ്റ നിർത്തണമെന്ന്. ഈ അടുത്ത് കേട്ടൊരു പഴഞ്ചൊല്ല. ആധ്യാത്മിക എന്താ ചോദിച്ചപ്പോൾ അയാൾ പറയാണ്, അദ്ദേഹത്തിൻ്റെ പഴമൊഴിയാണത്. പല്ല് കൊഴിയും മുമ്പേ മുറുക്ക് തീറ്റ നിർത്തണം. വളരെ ഒരു അർത്ഥവത്തായ ഒരു വാക്കാണ്. ഇപ്പം ജീവിതത്തിൽ നമ്മളൊരു ക്ഷയം വരുന്നതിൻ്റെ മുമ്പേ അകത്ത് ഈ സത്യവസ്തുവിനെ കുടിയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് അവസാനമാകുമ്പോൾ വല്ലാണ്ട് ചൊറ പറഞ്ഞിരിക്കാതിരിക്കാം. ഇപ്പം നോക്കിയിട്ടുണ്ടോ, വയസ്സായി കഴിഞ്ഞ ആൾക്കാർക്കാണ് വളരെ കൂടുതൽ ഏതെങ്കിലും വിധത്തിൽ അവർ മനസ്സ് അശാന്തിയാണ്. ആ ശാന്തമായിട്ടൊരു ഭാഗത്തിരുന്ന് നാമം ജപിച്ച് വേറെ ഒന്നിനും ചിന്തിക്കാതെ, ഏഷണാത്രയങ്ങളാണെന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ, പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ. ഒന്നില്ലെങ്കിൽ ബന്ധുക്കളുടെ ഇടയിൽ, അല്ലെങ്കിൽ സമ്പത്തുകളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ സ്ഥാനമാണ്. ഈ മൂന്നെണ്ണത്തിലെ മനുഷ്യൻ കുടുങ്ങുള്ളൂ. അപ്പോൾ ഇതൊന്നൊക്കെ കുടുങ്ങിയിട്ട് ആത്മദർശനത്തിലേക്ക് മനസ്സിനെ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ള സത്സംഗങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് വീണ്ടും രാസക്രീഡ പോകാം. കാരണം രാസക്രീഡ ഈ 5 അധ്യായങ്ങളിലായിട്ട്, അതായത് 5 ഭാഗങ്ങളാണ്. ഒന്ന് രാസക്രീഡയെ പറ്റി പറയുന്നു, പിന്നീട് അതിൽ ഭഗവാനായിട്ട് ലയിക്കുന്നു, പിന്നെ ഭഗവാൻ അപ്രത്യക്ഷമാകുന്നു, പിന്നെ വീണ്ടും വരുന്നു, പിന്നീടാണ് പ്രസിദ്ധമായ ഗോപികാഗീതം 19 ശ്ലോകങ്ങൾ. അപ്പോൾ ഭഗവാൻ എങ്ങനെയാണ് ഇവരെ വെറുതെ ഒരു ദിവസം കൊണ്ടല്ല രാസക്രീഡയ്ക്ക് വിളിച്ചതല്ല. പിന്നെ ഈ രാസക്രീഡ എന്തിനാ ഭഗവാൻ ഈ പ്രായത്തിൽ ചെയ്തു? വേദവ്യാസ മഹർഷി അദ്ദേഹമാണ് ഇതൊക്കെ എഴുതിയത്. അപ്പോൾ അദ്ദേഹത്തിന് 10,008 ഭാര്യമാരുണ്ടായിരുന്നു കൃഷ്ണനല്ലേ. എന്നാൽ അപ്പം രാസക്രീഡ പറയാനില്ലേ അല്ലേ? അപ്പോൾ ഒരു രാസക്രീഡ പറയാനില്ല. എന്തുകൊണ്ട് ഈ യൗവനത്തിൽ കാണിച്ചു കൊടുത്തു രാസക്രീഡ? കാരണം രാസക്രീഡയുടെ ആ പ്രഭാവം, അതിൻ്റെ അത് കൂടുതൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം സ്ത്രീ പുരുഷ ആലിംഗനത്തിൻ്റെ ഏറ്റവും വലിയ ആ മാധുര്യം യൗവനകാലത്താണ് അല്ലേ. വേറൊരു പ്രായത്തിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അതിൻ്റെ ആലിംഗന സുഖം കിട്ടുന്ന യൗവനം. ആ പ്രായത്തിൽ കിട്ടുന്ന സുഖത്തിനേക്കാൾ കൂടുതൽ അതാണ് ആത്മലയത്തിൽ കിട്ടുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ സമയത്ത് തന്നെ ഈ. ഇല്ലെങ്കിൽ അത്ര ഭാര്യമാരും വ്യാസമഹർഷിക്ക് അറിയില്ലേ. അപ്പോൾ ആ പ്രായത്തിൽ കിട്ടുന്ന സുഖം അതിനേക്കാൾ, അത് സ്വാഭാവികമായിട്ട്, അതിനകത്തൊരു ഉദാഹരണം പറയുന്നുണ്ട്. പഞ്ചസാര ഒരു ചായയിലിട്ട് കുടിക്കുമ്പോൾ മധുരം അല്ലേ. അപ്പോൾ പഞ്ചസാര കഴിക്കുമ്പോൾ അതിനേക്കാൾ മധുരമുണ്ട്. അപ്പോൾ നമ്മളൊക്കെ സ്വാഭാവികമായിട്ടാണ് അല്ലേ, ഭാര്യ ഭർത്താക്കന്മാർ, കാമുകന്മാർ, അച്ഛനമ്മ, മക്കളൊക്കെ വരുമ്പോൾ ഒരു സ്വാഭാവിക പ്രേമമാണ്. നേരത്തെ നിരുപാധിക പ്രേമമാണ് ഭഗവാന്റെ പ്രേമം. അത് മനസ്സിലാക്കണമെങ്കിൽ അതിനകത്തേക്ക് നമ്മുടെ ആ മാനസികമായിട്ട് ആ തലത്തിലേക്ക് നമ്മൾ എത്തണം. ഇപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ജനിച്ച ആ ചെറിയ കുട്ടിക്കാലം മുതൽ മുട്ടുകുത്തി ആ വൃന്ദാവനം അമ്പാടി മുഴുവൻ നടന്ന് ഓരോരുത്തർ വീട്ടും പോയി എന്താ കട്ടുന്നത്? വെണ്ണ കട്ടുന്നു അല്ലേ. അവിടെ ഭഗവാൻ അവരെ വെണ്ണയല്ല കട്ടുന്നത്, അവരെ മനസ്സ് കുറേശ്ശെ മനസ്സായിരുന്നു അവരൊന്ന് വലിച്ചെടുത്തരുത്. ഭഗവാൻ അവർ ചെന്ന് വെണ്ണ കട്ട് തിന്നാൽ ഓരോന്ന് പരാതി പറയും, കട്ട് തിന്നാൻ ചെന്നില്ലെങ്കിലും പരാതി പറയും. അവർക്ക് കാണാതിരിക്കാൻ വയ്യ. അവിടുന്ന് തൊട്ട് മനസ്സിനെ എടുത്ത് അവസാനത്തെ അവരുടെ ശരീരബോധം കൂടി എടുക്കേണ്ടി വന്നു. അവരാ ശരീരബോധം, അതിനാണ് ഏറ്റവും വലിയൊരു വസ്ത്രാഭരണ ലീല ഭഗവാൻ നടത്തിയത്. അതും വളരെയധികം വികലമായിട്ടാണ് ഇന്ന് നമ്മുടെ ഈ രണ്ടും, ഭഗവാന്റെ വസ്ത്രാഭരണ ലീലയും രാസക്രീഡേനെയും പറ്റിയിട്ട് എത്രയോ
വികൃതമായിട്ടെന്ന് പല ആൾക്കാരും പ്രസംഗിച്ച് നടക്കുന്നുണ്ട്. കാരണം യുക്തിവാദികളാണ്. പോട്ടെ. ഇവരുടെ മനസ്സ് മുഴുവൻ എടുത്തപ്പോഴും ഇവർക്കൊരു ശരീരബോധം ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ആ കാളിന്തി നദിയിൽ അവർ വസ്ത്രങ്ങളൊക്കെ അഴിച്ചു വെച്ച് കുളിക്കുമ്പോൾ ഭഗവാൻ ആ വസ്ത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയത്. അവരുടെ ഉള്ളിൽ അതുപോലും ചോദിക്കുകയാണ്, എൻ്റെ വസ്ത്രം എന്താ പറയുമ്പോൾ ആന്ത് വസ്ത്രം